പഴയകാല നടൻ ശ്രീ സുധീർ. മാറിവില്ല് പന്തലിട്ട ദൂരചക്രവാളം മാടി മാടി വീളിക്കുന്നതറിഞ്ഞില്ലേ? പഞ്ചശരൻ വളർത്തുന്ന പൈങ്കിളിപ്പെണ്ണേ, പൈങ്കിളിപ്പെണ്ണേ. കാനനത്തിൽ പുഷ്പമാസം വർണ്ണാക്ഷരങ്ങളാ കാമലേഖമെഴുതിയതറിഞ്ഞില്ലേ? കാമലേഖമെഴുതിയതറിഞ്ഞില്ലേ? ഭീമന്റെ കൂന്റെ ഒരു നൃത്തം. എൻ്റെ പൊന്ന് കർത്താവേ, ഉദയനോട് ഞാൻ അന്നേ പറഞ്ഞത് ഒരു VCR ടെലിവിഷനും അടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് പോത്തുപോലെ കിടന്ന് പറഞ്ഞു കണ്ടില്ലേ? നിനക്ക് മരിക്കുക, നിനക്കും ഇല്ലേടാ അമ്മയും പെങ്ങന്മാർ. എൻ്റെ പൊന്ന് കർത്താവേ. സാക്ഷാൽ തിലകൻ. എന്താ എന്ത് എന്റെ ഫ്യൂച്ചർ പ്ലാൻ? You should be serious about that. കൃഷിക്കാരും നോക്കാൻ അതിനുവേണ്ടി തൻ്റെ ജീവിതം ഞാൻ വേസ്റ്റ് ചെയ്യേണ്ട അപ്പുറം മനസ്സിലാകുന്നുണ്ടോ? സ്വന്തം യൗവനം ദാനം കൊടുത്ത് അച്ഛൻ്റെ ജനാന്തരികൾ വാദിച്ച മകൻ്റെ കഥയല്ല നിൻ്റെത്. സ്വന്തം യൗവനം എറിഞ്ഞുടച്ച 6 വർഷം അച്ഛനെ മേന്തി തെറ്റിയ മകനാ നീ. എനിക്ക് എന്നെ കാണണ്ട, നീ പോടാ മോനെ ദിനേശ. സത്യൻ മാഷ് നിങ്ങളുടെ മുന്നിലേക്ക് ബെല്ലാരി രാജയായിട്ട് കടന്നു വരികയാണ്. രാജമാണിക്യം 40 വർഷം മുമ്പ്. തള്ളേ, യവൻ പുലിയാണ് കേട്ടോ. എന്താണമ്മ ഞാൻ ചെയ്ത തെറ്റ്? അമ്മ പറ. പഠിപ്പിച്ചു വളർത്തി വലുതാക്കിയ അച്ഛനെ ഒന്ന് വെട്ടിക്കൊന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്തിനാട് കലിപ്പുകൾ തീരണില്ലല്ലോ. പക്ഷെ ഒരു കാര്യം, മുട കണ്ടാൽ ഇടപെടുവണ്ണ. ശ്രീമതി ബിന്ദു പണിക്കർ. ഏട്ടാ സുരേഷ്,
പറയടാ പറ, ഞാൻ എന്ത് തെറ്റാടാ ചെയ്തത്? എടാ ബാബു, ഞങ്ങളൊക്കെ പാവങ്ങളടാ. സുശീല ഒരു കൊലക്കെട്ടെന്ന് പറഞ്ഞ് കള്ളിയാവില്ല. നീ മുടിഞ്ഞു പോത്തലടാ, പോടാ അവിടുന്ന്. സിദ്ദിഖ് ലാൽ നിങ്ങളുടെ മുന്നിലേക്ക് റജിയിലൂടെ കടന്നു വരികയാണ്. ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ സിദ്ദിഖ് നമ്മോട് പറഞ്ഞത് ശ്രദ്ധിക്കാം. കൊച്ചിൻ കലാഭവൻ എന്ന ആ പ്രസ്ഥാനം ഞാനും അൻസാറും കലാഭവൻ റഹ്മാനും ഒക്കെ ചേർന്ന് തുടങ്ങിയ ആ ഒരു പ്രസ്ഥാനം ഇന്ന് പടർന്നു വന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ശ്രീലാൽ എന്തു പറയുന്നു? എൻ്റെ പെങ്ങള രാധ എന്റെ മീനാക്ഷിയെ വേണമെന്ന് പറഞ്ഞ പന്നയുടെ മക്കളെ വീടില്ല ഞാൻ. എൻ്റെ മീണ എന്ത് പറഞ്ഞാലും ഈ ചാച്ചാജി നിന്റെ കൂടെ നിൽക്കും. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരെ വെട്ടിക്കൊന്നിട്ട് ഞാൻ പോകൂ. പോട്ടെ, പിന്നെ കാണാം. ജോസ് പ്രകാശ്. വെൽഡൻ മിസ്റ്റർ ബാബു, താങ്കളെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതിമനോഹരമായ ഒരു ക്യാബ് ഡാൻസ് കളിക്കുന്നുണ്ട്. അവിടെ പോയാൽ വളരെ വിലപിടിപ്പുള്ള വയർ നെക്ലസ് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ വയർ നെക്ലസ് കൊണ്ടുവന്നാൽ എൻ്റെ മോളെ ഞാൻ നിനക്ക് വാങ്ങിച്ചരും. മരിച്ചാണെങ്കിൽ ഐ വിൽ ഷൂട്ട്. അത്രേ ഉള്ളൂ. മിസ്റ്റർ ജഗ്ഗു, ഇവനെ പിടിച്ച് നമ്മുടെ മുതലക്കുളത്തിലിട്ടേക്കു. എനിക്കൊരു പകരവും മുതലുകൾക്ക് ഒരു പലഹാരമായിരിക്കട്ടെ. സലീം കുമാർ. നാട്ടിക്കരുതേ. ആദ്യമായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കുന്നത് പൊരിക്കാം. ആദ്യമായി നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുന്നു. അതിലേക്ക് ചീനച്ചട്ടി വെക്കുന്നു. ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുന്നു. എണ്ണ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കടുക് ഇടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കാം. തെറ്റിദ്ധരിക്കരുതേ, കടുക് പൊട്ടിച്ച സൗണ്ടാണ്. ഷീലാമ്മയുടെ ശബ്ദവും അന്നത്തെ തലമുറയ്ക്കും ഇന്നത്തെ തലമുറയ്ക്കും ഒരുപോലെ സുപരിചിതമാണ്. എൻ്റെ മാത്തുക്കുട്ടിയെ ചായനുണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്നും അറിയണ്ടായിരുന്നു. എല്ലാവരുടെയും ആഗ്രഹം അതാണെങ്കിൽ നമുക്ക് ഈ വീടങ്ങ് വിൽക്കാമില്ലേ വക്കീലേ? എൻ്റെ ജോസ് മോൻ പറയുക എനിക്ക് കൊളസ്ട്രോൾ ആണെന്ന്. നേരാണോ വക്കീലേ? എൻ്റെ മാത്തുക്കുട്ടിയെ ചായൻ ഇതാ വരികയാണ് സെന്തിൽ. ஐயோ என்னங்க என்ன சொல்லுங்க? நான் 7ஆம் கிளாஸ் பாஸ் பண்றேன், நீ 10ஆம் கிளாஸ் ஃபெயில் பண்றே. பாஸ் பெருசா ஃபெயில் பெருசா? பாஸ் ஆனி பெருசு வருதுங்களா? ஐயோ സാക്ഷാൽ മാമു കോയ. പറ്റൂല കടന്നായില്ലോനെ. വേറെ ആരുണ്ട്? അൻ്റെ ആരും നമ്മളേറ്റ്, അൻ്റെ ഉമ്മാരും എല്ലാം നമ്മളെ വാപ്പയേറ്റ്. മലയാള സിനിമയുടെ മിമിക്കിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ സൂപ്പർ സ്റ്റാർ ദിലീപാണ് കടന്നു വരാൻ പോകുന്നത് ജോബിയിലൂടെ. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയൂ. എനിക്കിഷ്ടമല്ല അങ്ങനെ പറയരുത്. ജീവിക്കാൻ വേറെ വഴിയില്ല കേട്ടാ. ആശാരി പഠിക്കുമത്. കുട്ടിയുടെ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പയെടുത്തി. ഭാവനയുടെ യഥാർത്ഥ ശബ്ദം പല ഇന്റർവ്യൂകളിലൂടെ നമുക്ക് സുപരിചിതമാണ്. ഭാവന. എനിക്ക് പറയാനുള്ളത് ദിലീപേട്ടനാ. സ്റ്റേഡിയം മോശമുള്ള ചിത്രത്തിൽ എന്നെ വിളിച്ചപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പരിമളൊക്കെ ആയിട്ടാണ് എന്നെ ബൂസ്റ്റപ്പ് ആക്കിയത്. എനിക്ക് കമൽ സാറിനും അപ്പോൾ ദിലീപേട്ടനും എനിക്ക് സംസാരനോട് വെച്ചെന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം നിങ്ങൾക്കും താങ്ക് യു. വടിവേലു. வலிக்குது. ஆளுதுடா நாட்டு சாரு கடை யார் விற்கலவா? ஆனால் களவாமா குடும்பம் போக என்ன ஐயா ஓடும் நதி போல ஒடிய நதியா கடலையா என்னடா இது? பொண்ணுங்களை 3 வீதம் விப்பா உரட்டுமா நல்லா புலவளைப்புமா തുജി സ്വടിക മസ്ത് മസ്ത്. കലാഭവമണിയുടെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ ക്ലൈമാക്സ് രംഗം ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കുന്നു. വാസന്തി, എന്റെ മച്ചേട്ടൻ വന്നു. വേറൊരു കാര്യമുണ്ട്, എന്റെ കൊച്ചേട്ടൻ ഒരു പാട്ട് പാടാം. എന്റെ മനസ്സിൽ കുത്തി കുറിച്ച ചെറിയ ഗാനം എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം, രക്ഷിക്കണം. എന്നത് കേട്ടോളീൻ.
കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാറ് പണ്ടൊരു ചെണ്ട. കോലോണ്ടി തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കൃഷ്ണേട്ടാ, എന്റെ വാശിത്തിരി കണ്ണി മീൻ കൊത്തി. തോമസ് സാറ് വന്നോ? തോമസ് സാറ് വന്നോ? തോമസ് സാറ് ബാവാ, തോമസ് സാറ് ബാവാ. തോമസ് സാറ് പറഞ്ഞു എന്റെ പെങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത്. തോമസ് സാറ് ബാവാ, തോമസ് സാറ് ബാവാ, തോമസ് സാറ് ബാവാ. എന്റെ കൊച്ചേട്ടൻ പോവാ. കണ്ണല്ലോ, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട.